ഇന്നലെ വന്ന് ഇവര് പ്രേതത്തിനെ കണ്ടു ഭൂതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോവാൻ നിൽക്കുന്നു. ഇക്കണ്ട കാലം അത്രയും നമ്മൾ ഇവിടെ താമസിച്ചിട്ട് നമ്മളൊരു പ്രേതത്തിനെ കണ്ടില്ല. ഞാൻ ഡെയിലി കണ്ടോണ്ടിരിക്കും. ഇയാൾ ഈ പ്രേതത്തിനെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞു. ഇയാളൊരു പോലീസാണ്. അതെ, ഞാൻ SI. ഞാൻ പറഞ്ഞില്ലേ SI ആണെന്ന്. എന്നിട്ട് ഈ തള്ള പറഞ്ഞേ പട്ടാളത്തിലാണെന്ന്. വേണ്ട കുഞ്ഞെ, ഇങ്ങാണ് അദ്ദേഹം. എന്റെ അച്ഛനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഗാന്ധി തല്ലുള്ള എന്ത് കണ്ടാലും വാങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, എന്റെ ഭാര്യക്ക് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാലെടുത്ത് വെച്ച മണ്ടനാവൂ. അതല്ല, എന്റെ ഭാര്യ ബാല എവിടെയെന്ന്. ഇനി പാൽ കുടിക്കാൻ പോയിട്ടുണ്ടാവൂ. ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞെ, ഞാൻ നോക്കാം. മോളെ ഇവരെന്ത് അവരകത്തുണ്ടാവും. ബാല ഇത് കണ്ട ഇതിനകത്തുണ്ട്. സാറേ മാഡത്തിനെ കാണില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. മുടി കണ്ടതാണല്ലോ കയ്യിൽ എടുത്തല്ലേ. ബാല, ബാല, ബാല. ആഹാ, ഇവിടെ വന്ന് നിൽക്കുക. ബാല, ബാ, നമുക്ക് പോണ്ടേ? ബാല, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും. ജീവൻ, എന്തെങ്കിലും പ്രോബ്ലം തോന്നിയാൽ വിളിക്കാൻ മേടിക്കണ്ട. ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ശരി ഡോക്ടർ. ഇവനെ കൊണ്ട് തോറ്റു. നീ ഒന്ന് മര്യാദക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ഇതാ പാല്. താങ്ക് യു. മതി ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടുണ്ട്. അത് നിനക്കല്ല, പാലമോക്ക് കൊണ്ട കൊടുക്ക്. അത് നേരിട്ടാണ് കൊണ്ട് കൊടുത്താ പോലെ. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്, നീയാ കൊണ്ട കൊടുക്ക്. പേടിച്ചട്ടല്ലേ? പേടി എങ്കിൽ പേടി, ഒന്ന് കൊണ്ട കൊടുക്ക്. നിങ്ങളൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? മനുഷ്യനെ കുറിച്ച് ധൈര്യം വേണം, ധൈര്യം. അയ്യടാ, ഇതൊക്കെ പ്രേതം ഭൂതം പറഞ്ഞ് നടക്കുക. ആഹാ, കുഞ്ഞിവിടെ കോളാമ്പിയും കറക്കിക്കൊണ്ടിരിക്കുക. എന്നാ പാല് പാല്.
വരുന്ന കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എയർപോർട്ടിൽ വണ്ടിയായിട്ട് ഞാൻ വരുമായിരുന്നല്ലോ. പുറപ്പെടാനുള്ള തീരുമാനം പെട്ടെന്നാണ് എടുത്തത്. നീ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇയാളില്ലാതെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഇയാളെ കണ്ടുപിടിക്കാനുള്ള ഒരു അലച്ചിലായിരുന്നു. ഒടുവിൽ ഹരിദ്വാരിൽ നിന്നാ പൊക്കിയത്. നിനക്കറിയില്ലല്ലോ ഇയാളെ. വിജയകുമാര മേനോൻ, സ്കോളർ, റിസർച്ച് ഫെലോ. മേനെ ഹലോ ദിവാകര, പെട്ടിയെടുത്തോളൂ പ്ലീസ്. ഒന്ന് സഹായിക്കണ്ട പങ്കജാക്ഷമ്മ നിന്റെ ആളൊരു പ്രത്യേക ജനസാ. നമ്മുടെ ദേഹത്ത് വരുന്ന ബാധകളില്ലേ, അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിദ്ധിയുള്ള ആളാ. ക്ലയൻസ് മുഴുവൻ ഫോറിനേഴ്സാ. ഭയങ്കര തിരക്കുള്ള വ്യക്തി. ഇയാളെ സമയത്ത് കിട്ടിയത് നമ്മുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. പരമേശ്വരൻ സാറ് എനിക്ക് എൻ്റെ അച്ഛനെ പോലെ. സാറിനൊരു പ്രശ്നം വന്നാൽ അതെനിക്ക് വന്ന പോലെ. റിസർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു സബ്ജക്റ്റ്? ഞാൻ പറയാം, കേട്ടാ തോന്നും വട്ടാണെന്ന്. ഒരുപാട് നദികളില്ലേ നമ്മുടെ നാട്ടില്. പക്ഷേ ചില പ്രത്യേക നദികളുടെ തീരത്താ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ബലിയിടുക. ഇവിടെയാണെങ്കിൽ തിരുനാവായ, ഉത്തരേന്ത്യയിലാണെങ്കിൽ ഗംഗയുടെ തീരങ്ങൾ. ഈ നദികൾക്ക് മാത്രം എന്താ പ്രത്യേകത? അതാണ് ഇയാളുടെ ഗവേഷണ വിഷയം. ചില വിശ്വാസങ്ങൾ ഇത്തരം നദികളും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പുരാണങ്ങളിലും മറ്റും പറയുന്ന ചില കഥകൾ. പക്ഷേ അത് മാത്രമല്ല കാരണമെന്ന് സ്ഥാപിക്കാനാ എൻ്റെ ശ്രമം. ഈ വിശ്വാസങ്ങളുടെയൊക്കെ പിന്നിൽ ഒരു ശാസ്ത്ര സത്യം ഉണ്ടാവും. പ്യുവർ സയൻസ്. ആ സയൻസ് കണ്ടുപിടിക്കാനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ബാല? അകത്തുണ്ട്. ലെറ്റ് മീ സീ ഹർ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. എന്തായി? പേടിക്കാനൊന്നും ഇല്ലാന്ന് ഞാൻ പറയില്ല. പേടിക്കണം. ഒന്നല്ല, 2 പേരാ ദേഹത്ത്. ദ റിയൽ പ്രോബ്ലം ഈസ്, മരിച്ചവർക്ക് അവർ മരിച്ചതെങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ കാരണം, സത്യം എന്താണെന്നറിഞ്ഞാൽ മാത്രമേ അവർ ആ ദേഹം ഇടൂ. അത് ആത്മഹത്യയായിരുന്നു. അത് നമുക്ക്, അവർക്ക് 2 ആൾക്കും അങ്ങനെ ഒരു സംഗതി അറിയില്ല. ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കൾക്ക് സാധാരണ ഇങ്ങനൊരു അറിവില്ലായ്മ പതിവില്ല. ഐ തിങ്ക് അവർ മരിച്ചത് സംതിങ് റോങ്. മരിച്ചവരുടെ ആത്മാക്കൾ ഈ സമയത്ത് അവരുടെ മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കും. അന്ത്യകർമ്മങ്ങൾ ലഭിക്കും വരെ. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് മിസ്റ്റർ ജീവനിയപ്പോൾ അവരെ, എന്താ അവരുടെ പേര്? റാഹേൽ ആൻഡ് അനുപമ. അവരെ സഹായിക്കാൻ കഴിഞ്ഞേക്കും.